ഒരു പാർട്ടി വളരുമ്പം അതിൻ്റെ ഒപ്പം ഈ വിളകളുടെ ഒപ്പം കളകളും വളരും, തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾ എന്ത് പ്രാന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അങ്ങനെ വളർന്നു വരുന്നവരിൽ ചിലർ പാർട്ടിയേക്കാൾ വലുതാണ്, പ്രസ്ഥാനത്തിനേക്കാൾ വലുതാണ് ഞാൻ എന്ന തോന്നലുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും BJP-ക്കകത്തും BJP-യിലും ഉണ്ടാകുന്നുണ്ട്. ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ? വളരുകയാണ് വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന രീതിയിൽ അതിനെ കാണുകയാണ് എങ്കിലും ആരാണ് ഈ കളകൾ? അത് ധാരാളം ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ അതിന് പ്രത്യേകിച്ച് പേരൊന്നും എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പം അങ്ങനെ പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ ഇപ്പൊ ഈ ചർച്ചയിലുള്ള സന്ദീപ് വാര്യരെ പോലുള്ള ആൾക്കാർ. ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ആ പാലക്കാട്ടെ കൺവെൻഷനിൽ ഒരു കസേര കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോഴും BJP ദേശീയ പാർട്ടിയും RSS ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയും ഒക്കെ ആകുമായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. അദ്ദേഹം കുറെ കാലം പാലക്കാട് സീറ്റിന് വേണ്ടി ഡൽഹിയിലൊക്കെ പോയി കുറെ ലോബിങ് നടത്തിയത് പലർക്കും അറിയാം. ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ? ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇന്നത്തോടെ ഈ കണിക്കൊരു തീരുമാനമാകും. അതല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ച ശീലം ഉണ്ടാവണം. അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സാമാന്യമായിട്ടുള്ള ബോധമെങ്കിലും വേണം. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. ഒരു രാഷ്ട്രീയ പാർട്ടി പുലർത്തേണ്ട ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രീതിയെ കുറിച്ച് അറിയാത്തതുകൊണ്ടും BJP-യുടെ സ്ട്രക്ചർ അറിയാത്തതിന്റെ പ്രശ്നമാണ്. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. അദ്ദേഹം ജനാധിപത്യം പാർട്ടിയിലെ ജനാധിപത്യ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞല്ലോ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനെ കസേരയോടെ തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് ആ മദാമ്മയെ പ്രതിഷ്ഠിച്ച ഒരു പാർട്ടിയാണിത്. 98 സീതാറാം കേസരിയെ എങ്ങനെയാണ് ഇങ്ങോട്ടൊന്നും പണയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. എന്തോ അത് നിരോധിക്കപ്പെട്ട വാക്കാണോ? നിരോധിക്കപ്പെട്ട വാക്ക് എന്നുള്ളതല്ല, അത് അങ്ങ് വളരെ ബഹുമാനത്തോടെ ഉപയോഗിച്ചൊരു വാക്കാണോ? ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. മാധു പ്രസാധകന്റെ തനിതരം പ്രസാധകൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ നിലവാരം പോലെ ഇരിക്കുന്നു അദ്ദേഹത്തിന്റെ വായന്ന് പുറത്തു വരുന്ന വാക്കുകൾ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറിക്കണേ? പിന്നെ കുരുക്ഷേത്ര പ്രകാശനം അദ്ദേഹം എങ്ങനെ പുറത്തായി എന്നൊന്നും എന്നോട് പറയിപ്പിക്കണ്ട. RSS എങ്ങനെ അദ്ദേഹത്തെ അടിച്ചു പുറത്താക്കി, കുരുക്ഷേത്ര പ്രകാശനം അടിച്ചു പുറത്താക്കി ഇപ്പൊ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്ന് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അയ്യോ പാവം, പോട്ടെ പോട്ടെ. വളരെ വ്യക്തിപരമായി സംസാരിക്കാനോ അല്ലല്ലോ അങ്ങനെ ടാർഗറ്റ് ചെയ്യരുത്. വെള്ളം കൊടുക്കണം. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ.